അപ്പോൾ പുട്ട് സോഫ്റ്റ് ആവാൻ വേണ്ട ടിപ്സാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയുള്ളത്. കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റ് ആവും ചെയ്യും. നമ്മുടെ കേരളീയൻസ് പുട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പം നല്ല ഏറ്റവും രുചിയിൽ നമുക്ക് ഇത് തയ്യാറാക്കാം. പുട്ടുപൊടി എടുക്കുമ്പോൾ നമ്മൾ നല്ല സ്റ്റീംഡ് പുട്ടുപൊടി വേണം എടുക്കാനായിട്ട്. അപ്പോഴാണ് പുട്ട് നല്ല സോഫ്റ്റ് ആവുക. ഇത് നമ്മൾ വീട്ടിൽ വറുത്ത പൊടിയാണ്. അപ്പോൾ അത് കുറച്ച് തരിയിൽ വേണം പുട്ടുപൊടി വറുക്കാനായിട്ട്. അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർക്കാം. ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാന്ന് വെച്ചാൽ സ്റ്റീംഡ് പുട്ടുപൊടി നോക്കി ശ്രദ്ധിച്ചെടുക്കണം. അപ്പം നല്ല സോഫ്റ്റിൽ കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ പുട്ട് നനയ്ക്കുമ്പോൾ ഇതുപോലെ ഉപ്പിട്ടിട്ടൊന്ന് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കണം. അപ്പോൾ വെള്ളത്തിനേക്കാളധികം ടേസ്റ്റ് കൂടെ നമ്മൾ നാളികേരം പൊടിച്ച വെള്ളം ഉണ്ടല്ലോ, നാളികേര വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പുട്ടിന് വളരെയധികം ടേസ്റ്റ് കൂടും. അതൊരു ടിപ്പാണ്. നാളികേര വെള്ളം നമുക്ക് മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ നാളികേര വെള്ളമാണ് ചേർക്കണം. അതൊന്ന് ഇതുപോലെ ഒന്ന് തെളിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വയ്ക്കുക. അത്രയും വേണ്ട, നല്ല രുചിയിൽ കിട്ടും. പുട്ട് ഇതുപോലെ നനച്ച് എടുക്കണം. അപ്പം നമ്മളിങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ഒരു പിടിയിൽ ഇങ്ങനെ കിട്ടണം. എന്നിട്ട് നമ്മൾ കൈകൊണ്ട് പൊടിച്ചാൽ അത് പൊടിയാൻ പോകും. ആ ഒരു നനവാണ് പുട്ടിന് പാകം. അപ്പം നമ്മൾ അതിലേക്ക് ഒരു 4 മണി നല്ല ജീരകം ചേർക്കാം. അപ്പോൾ പുട്ടിന് നല്ലൊരു രുചി കിട്ടുന്നതാണ്. ജീരകത്തിൻ്റെ ടേസ്റ്റ് നല്ല പുട്ടിന് നല്ല രുചി കിട്ടും. പിന്നെ രുചി കൂടാനായിട്ട് നമ്മൾ ചേർക്കേണ്ടത് ഒരു സ്പൂൺ പഞ്ചസാര ചേർക്കാൻ നല്ലതാണ്. പുട്ടിന് നല്ല രുചി കൂട്ടുന്നതാണ്. കുറച്ച് പഞ്ചസാര ചേർത്ത് ഒരു സ്പൂൺ ചേർത്താൽ മതി. നമ്മുടെ പുട്ടിന് നനച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല രുചിയും മണമൊക്കെ കിട്ടും. ജീരകത്തിൻ്റെ മണവും പഞ്ചസാരയുടെ ടേസ്റ്റും കൂടി ആകുമ്പോൾ പുട്ട് അടിപൊളിയാവും. ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒരു സ്പൂൺ ബട്ടറും കൂടി മിക്സ് ചെയ്ത് പുട്ടുപൊടി നനച്ച് കഴിഞ്ഞാൽ പുട്ടിൻ്റെ രുചി ഇരട്ടിയായി കിട്ടും. ഒരു സ്പൂൺ മൈദപ്പൊടി ഒന്ന് മിക്സ് ചെയ്താൽ മതി. പുട്ട് നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ പുട്ടുപൊടി നനച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ഇതുപോലെ കുത്തി വെക്കണം. അപ്പോഴാണ് പുട്ടിന് രുചി കിട്ടുക. അപ്പോൾ ഇതിൽ നമ്മുടെ പുട്ടുപൊടി വെള്ളമൊക്കെ കുടിച്ച് നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റോട് കൂടിയിട്ടും കിട്ടും. പുട്ടിന് നാളികേരപ്പീര ചേർക്കുമ്പോൾ നല്ല ഫ്രഷ് നാളികേരം ചിരകിയിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോഴാണ് നാളികേരത്തിൻ്റെ രുചി പുട്ടിലേക്ക് കിട്ടുക. ഫ്രിഡ്ജിൽ വെച്ച നാളികേരമോ അതുപോലെ ചെരുകിയ ഫ്രിഡ്ജിലെടുത്ത് വെച്ച നാളികേരം ഒന്നും ചേർക്കരുത്. ഫ്രഷ് തേങ്ങ ചെരുകി ചേർക്കണം. അപ്പോൾ പുട്ട് നനയ്ക്കുമ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പുട്ട് ഇരട്ടി സോഫ്റ്റ് ആവും. നാളികേര വെള്ളം ചേർത്ത് പിന്നെ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ തേങ്ങാപ്പാലും കൂടി ഒന്ന് പുട്ട് നനയ്ക്കുമ്പോൾ ചേർത്താൽ മതി. നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പുട്ട് സോഫ്റ്റ് ആവാനുള്ള വേറൊരു ടിപ്പിന് നമ്മൾ വീട്ടിൽ തന്നെ അരിപ്പൊടി വറുത്തിട്ടാണ് നമ്മൾ പുട്ട് തയ്യാറാക്കണമെന്ന് വെച്ചാൽ ഇതുപോലെ ചെറിയ ചെറിയ കട്ടകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഒരു മിക്സിയുടെ ജാറെടുത്ത് കുറച്ച് അതായത് ഫുള്ളായിട്ട് നിറയരുത്, ഒരു 4 സ്പൂൺ ഇട്ട് നമുക്ക് സിമ്മിലിട്ട് ഒന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ പുട്ടുപൊടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഒരു 2 സെക്കൻഡ് ഒന്ന് സിമ്മിലിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കറക്കി കൊണ്ടാൽ മതി. നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ട് കിട്ടും. ഇത് നല്ലൊരു ടിപ്പാണ് പുട്ട് സോഫ്റ്റ് ആവാനുള്ളത്. കണ്ടത് തൊട്ടറിയാൻ നല്ല സോഫ്റ്റായിട്ടുള്ള പൊടിയായിട്ട് മാറും. ഒരു സെക്കൻഡ് ഒന്ന് കറക്കിയെടുത്താൽ മതി. 2 ചുവന്നുള്ളി തൊലിയൊക്കെ കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്ന് നമ്മൾ ചതച്ച് പുട്ടും കുടത്തിലിട്ട് കഴിഞ്ഞാൽ ചുവന്നുള്ളിയുടെ ടേസ്റ്റും കൂടി ആവി കൂടെ പുട്ടിൻ്റെ ഉള്ളിലേക്ക് കിട്ടുമ്പോൾ വെറൈറ്റി ടേസ്റ്റ് ആവും. അപ്പം ഇതുപോലെ നമ്മളൊന്ന് ചതച്ച് വെള്ളം തിളയ്ക്കുന്നതോട് കൂടിയിട്ട് ഇതിൽ ചേർക്കാം. പുതിയതായിട്ട് ഉടച്ച നാളികേരം വേണം നമ്മൾ പുട്ടിന് പീര ചേർക്കാനായിട്ട്. ഫ്രിഡ്ജിലൊന്നും വെക്കുന്നത് എടുക്കരുത്. അപ്പോൾ പുട്ടിന് രുചി കുറയും. അപ്പം ആദ്യം നമ്മൾ നാളികേരം ചേർക്കാം. അത് കഴിഞ്ഞ് നമ്മൾ പുട്ട് നനച്ച് വെച്ചത് ചേർക്കാം. ഇതൊന്ന് ഉടയ്ക്കാം. കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഉടയ്ക്കാം. അപ്പോൾ വെള്ളമൊക്കെ നമ്മൾ നേരത്തെ ഒരു 15 മിനിറ്റ് മുന്നേ നനച്ച് വെച്ചതാണല്ലോ. അപ്പോൾ വെള്ളമൊക്കെ പൊടിയിൽ കുടിച്ച് നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞത് ഇതുപോലെ പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കണം. നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ചെടുക്കണം. അതാണ് ഒരു പുട്ട് നനയ്ക്കുന്നതിൻ്റെ പാകം. പിന്നെ നാളികേരം ചേർക്കുക ഇതിൽ തിരിക്കാനായിട്ട്. പിന്നെ ഇതുപോലെ അരിപ്പൊടി ചേർക്കുക. അവസാനത്തെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം നാളികേരം വേണം ചേർക്കാനായിട്ട്. അതിന് ശേഷം നമ്മുടെ പുട്ടുകുറ്റി കലത്തിൽ വയ്ക്കാം. മൂടി വയ്ക്കാം.
നല്ല ടേസ്റ്റോടുകൂടി പുട്ട് തയ്യാറാവും. ഈ ടിപ്സൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു 6-7 ടിപ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുട്ട് നന്നാവാൻ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പുട്ട് അടിപൊളി സോഫ്റ്റ് ആവും, ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. ആവി വന്നാലും നമ്മൾ കുറച്ച് നേരം തീ സിമ്മിലിട്ട് നല്ലോണം ഒന്ന് ആവിയിൽ വേവണം. എന്നിട്ട് വേണം നമ്മുടെ പുട്ട് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും നല്ല മണമൊക്കെയുള്ള പുട്ടാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണിത്. നമ്മുടെ കേരളീയൻസ് എല്ലാവരും കഴിക്കുന്നതാണ് പുട്ട്. നാളികേര വെള്ളം ചേർത്തപ്പോഴൊക്കെ നല്ലൊരു സ്മെല്ലൊക്കെയാണ് പുട്ടിനുള്ളത്.